രാജ്കുമാർ, എങ്ങനെയാണ് അവിടെയുള്ള വോട്ടെടുപ്പ് വിശേഷങ്ങൾ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതായത് വോട്ടെടുപ്പ് ആരംഭിച്ച് 17 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആളുകളുടെയൊക്കെ നീണ്ട നിര തന്നെയാണോ അനുഭവപ്പെടുന്നത്? നമുക്കതിൻ്റെ ആദ്യം അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തേവള്ളി ഡിവിഷൻ, കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി ഡിവിഷനിലെ മലയാളി സഭാ സ്കൂളിൽ ഉൾപ്പെടുന്ന ബൂത്തിലാണ് നിൽക്കുന്നത്. രാവിലെ ഈ ജോലിക്ക് പോകുന്നവരുടെ ഒരു തിരക്കുണ്ടല്ലോ, അപ്പോൾ അവർ നേരത്തെ തന്നെ വന്ന് ജോലിക്ക് പോകാനുള്ളവരാണ് ഈ വന്ന് നിൽക്കുന്ന മുഴുവനും ആളുകൾ. ഈ ഒരു ചെറിയൊരു ക്യൂ, വലിയ ക്യൂ പറയാനില്ലെങ്കിലും ചെറിയൊരു ക്യൂ ഉണ്ട്. ഇതൊരു 9:30 മണി വരെ ഇങ്ങനെ ഒരു ക്യൂ എല്ലാ സ്ഥലങ്ങളിലും പ്രകടമാകും. മറ്റ് കൊല്ലത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഈ ഒരു നിലയിൽ തന്നെയാണ്. പക്ഷേ അതേസമയം കൊല്ലത്ത് ഭരണിക്കാവ് ഡിവിഷൻ, അവിടെ രാവിലെ മോക്ക് പോളിംഗ് നടന്നപ്പോൾ തന്നെ വോട്ടിംഗ് മെഷീനിന് അല്പം തകരാറുണ്ടായിരുന്നു. അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. ഓച്ചറയിലും സമാന സംഭവമുണ്ടായി. പത്തനാപുരം ബ്ലോക്കിൽ അവിടുത്തെ ഒരു പോളിംഗ് ബൂത്തിൽ മെഷീൻ മാറിപ്പോയി എന്നുള്ളൊരു പരാതി വന്നു. പിന്നീട് അതും പരിശോധിച്ച് അതിപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവിടെയും വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അത് ഈ കൊല്ലത്തെ 85 സീറ്റുകളിലേക്കാണ് മത്സരം. അതായത് കോർപ്പറേഷൻ നഗരസഭകൾ ഉൾപ്പെടെയുള്ള 85 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് മത്സരം നടക്കുന്നത്. അതിൽ 68 ഗ്രാമപഞ്ചായത്തുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്ത്, 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 4 നഗരസഭകൾ, കോർപ്പറേഷൻ ഉൾപ്പെടെയാണ് ഈ മത്സരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 5652ഓളം സ്ഥാനാർത്ഥികൾ ഇതിൽ മത്സര രംഗത്ത് സജീവമായി ഉണ്ട്. ഇടതുമുന്നണിയും അതേപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും NDA സഖ്യവും തമ്മിലുള്ള പോരാട്ടം. ഇതിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും റിബൽ സ്ഥാനാർത്ഥികൾ ഈ മുന്നണികൾക്ക് ഭീഷണിയായുണ്ട്. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഭീഷണിയാണ് ഈ റിബലുകൾ പല സ്ഥലങ്ങളിലും ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പല സ്ഥലങ്ങളിലും ഇതിപ്പം ഒരു മുതിർന്ന പൗരനെ വോട്ടെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന ദൃശ്യം നമുക്ക് കാണാം. യെസ്, അത് തന്നെയാണ് രാജ്കുമാർ. എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ കോവിഡ് സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പല ആളുകൾക്കും വോട്ട് രേഖപ്പെടുത്താനൊന്നും സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി അതല്ല. എല്ലാം കൊണ്ടും അനുകൂലമാണ്. മാത്രമല്ല വോട്ടർമാരൊക്കെ തന്നെ തിരിച്ചറിയുന്നു LDF സർക്കാർ നടത്തിയിട്ടുള്ള ഈ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല ഏത് തരത്തിലാണ് UDF ഇത്തരത്തിൽ വോട്ടർമാരെ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് രാജ്കുമാർ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, കൊല്ലത്തടക്കം പണം നൽകിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് പലയിടത്തും നമുക്കറിയാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യം. ഒപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ഇത്തരത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പണം എറിഞ്ഞുകൊണ്ടുള്ള കളിക്ക് UDF മുതിരുന്നത്. പക്ഷേ അതൊക്കെ വോട്ടർമാർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രാജ്കുമാർ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. ഉറപ്പായും പത്തനാപുരം ഇന്നലെ രാത്രി നമ്മളതൊരു 11:45 അത് ബ്രേക്ക് ചെയ്ത് ആ വാർത്ത നൽകിയത്. ഈ പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ അവിടെ നിലവിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. പുതിയ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അവിടെ പണം നൽകുകയാണ് വോട്ടിന് വേണ്ടി. അപ്പോൾ അത് ഒരു വോട്ടറിനെ ഫോണിൽ വിളിച്ചു, അറിയാവുന്ന വ്യക്തിയാണ്, വിളിച്ചു വരുത്തി. ആ ഫോണിൻ്റെ ശബ്ദരേഖയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വിളിച്ചു വരുത്തി പിന്നീട് ഈ വോട്ടർ തന്നെ സുഹൃത്തുക്കളെ അറിയിച്ചു, എനിക്ക് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നു. അവരുടെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പതിയിരുന്ന് ഇവർ പണം നൽകുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്തു. തിരികെ അദ്ദേഹം അത് നിരസിച്ച് എനിക്ക് പണം വേണ്ട എന്ന് തിരികെ കൊടുക്കുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട്. അതിനെ തുടർന്ന് അവിടുത്തെ വാർഡ് സെക്രട്ടറി, LDFൻ്റെ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കും. അത് ഒരു ഭാഗത്ത് ഇന്നലെ DYFI പ്രവർത്തകരെ BJP പ്രവർത്തകരെ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ DYFI പ്രവർത്തകനാകി
അഖിലിനെ ആദ്യം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പത്തനാപുരത്ത് ഇതേ സമാനമായ സംഭവമുണ്ടായി. ഒരു സ്കൂളിൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ, ആ പ്രിൻസിപ്പാളിന് വേണ്ടി ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ കണക്കെടുപ്പ് നടത്താൻ ആ സ്കൂളിലെ HM തന്നെ അവിടുത്തെ അധ്യാപകരുടെ ഗ്രൂപ്പിലേക്ക് സന്ദേശം അയച്ചു. ഏതൊക്കെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ നമുക്ക് വോട്ട് ചെയ്യും, നമുക്ക് അനുകൂലമായത് ഏത്, അനുകൂലമല്ലാത്തത് ഏത്, ഇതിൻ്റെ കണക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ പണവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവത്തിലും ഇടതുമുന്നണി പരാതി നൽകി. കൊല്ലത്ത് പല സ്ഥലങ്ങളിലും NDA സഖ്യം BJP സ്ഥാനാർത്ഥികൾ വീടുകളിൽ ശബരിമലയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് തീർത്ഥാടന കേന്ദ്രങ്ങൾ, ശബരിമല ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് പ്രവചനം ഉപയോഗിക്കരുത് എന്ന തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കെ അത് ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കൃത്യം ചെയ്തത്. അതും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്.